ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് സിഡ്നി ഓസ്ട്രേലിയയിലാണ്. നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് പറയാൻ നേരത്ത് ഇവിടെയുള്ള വിദേശികൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള അന്യ സംസ്ഥാനത്തുള്ള ആൾക്കാർക്കും പറയുന്നത് കേരള ഈസ് സോ ബ്യൂട്ടിഫുൾ. മൂന്നാർ, ആലപ്പി ബീച്ച്, ബാക്ക് വാട്ടർ എന്ന് വേണ്ട, അവരുടെ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര രോമാഞ്ചമാണ്. നമ്മളൊരു മലയാളി ആയതുകൊണ്ടും കൊച്ചിയിൽ നിന്നുള്ളത് ആയതുകൊണ്ടും നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ ചെറിയ ചെറിയ പോരായ്മകൾ. അതൊന്നും മാറ്റിയെടുത്തു കഴിഞ്ഞാൽ കേരളം ഒരു സ്വർഗം തന്നെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർ പറയുകയുണ്ടായി, അതായത് നമുക്ക് കൊച്ചിയെ മാതൃകാ സിറ്റിയാക്കി മാറ്റിയെടുക്കാൻ. പക്ഷെ എങ്ങനെ സാധിക്കും? കൊച്ചിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്, കൊച്ചി എന്നല്ല, കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് മലിനീകരണം. ഈ മലിനീകരണം, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ മറ്റുള്ള സംവിധാനങ്ങളോ കേരളത്തിലില്ല, കൊച്ചിയിലുമില്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം കൊച്ചിയിലൊരു ബ്രഹ്മപുരം എന്ന് പറയുന്ന ഒരു മാലിന്യ പ്ലാന്റ് ഉണ്ട്, വളരെ ഫേമസ് ആണ്. ഓക്കെ, അവിടെ മാലിന്യങ്ങളെല്ലാം ഈ പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തലത്തിലൊക്കെ വന്ന് കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോയി സംഹരിക്കുകയാണ്. സംഹരിക്കുക എന്ന് പറയുന്ന പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല അവിടെ നടത്തുന്നത്. കുന്നുകൂട്ടി ഇടുക, എന്നിട്ടൊരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ ആകുമ്പോൾ ഇത് തീ പിടിക്കുക, അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ കേരളത്തിൽ ഉടനീളമുള്ള ഒരു ട്രെൻഡാണ് എല്ലാ വീടുകളിലും ചെറിയ രീതിയിൽ കത്തിക്കാനുള്ള ചെറിയ ചിമ്മിണികളും മറ്റ് സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുള്ള പരിപാടി. അപ്പോൾ അങ്ങനെ കത്തിക്കുന്നതും അതുപോലെ തന്നെ കുന്നുകൂട്ടിയിട്ട് കൂട്ടത്തോടെ കത്തിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതിയും വായുവും എല്ലാം മലിനീകരണമാകും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയും സാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങളെ എന്തിനാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സിസ്റ്റത്തെ എന്ന് എനിക്ക് അറിയുകയില്ല. ഇതുപോലെയുള്ള വേറൊരു പ്രശ്നം കൂടിയാണ് ഒട്ടനവധി ഫ്ലെക്സ് ബോർഡുകളും പരസ്യ ബോർഡുകളും ഉടനീളം, അതായത് നഗരത്തിലായിക്കോട്ടെ ഗ്രാമങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും ഫ്ലെക്സ് ബോർഡുകളും മറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് ആ പ്രകൃതിയുടെ ഭംഗി നമ്മൾ നശിപ്പിക്കുകയാണുള്ളത്. ഇത്രയും ഡിജിറ്റലൈസ് ആയ കേരളത്തിൽ എന്തിനാണ് ഇത്രയും ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ പരസ്യ ബോർഡുകളും, ഒരു സ്ഥാപനത്തിന് ഒരു ബോർഡ് എന്ന രീതിയിൽ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള രീതിയിൽ? വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് ബോർഡുകളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള അപ്രൂവലും അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസും ഇത്ര നാൾ കഴിഞ്ഞാൽ ബോർഡുകളൊക്കെ എടുത്ത് മാറ്റിക്കൊള്ളണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളം ഒരു സ്വർഗമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.